പ്രേക്ഷക അഭിരുചി കൊണ്ട് ഒരു പടി മുന്നിൽ നിൽക്കുന്ന ITL World Junior Idol Season 2 ഇന്നത്തെ കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ITL World Junior Idol Season 2. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിജയ് ബാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. എല്ലാവർക്കും അറിയാം ITL World Junior Idol Season 2 ഫിഫ്ത് സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫിഫ്ത് സ്റ്റേജിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നൊസ്റ്റാൾജിയ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഈ വേദിയിലേക്ക് വരുന്നു ഉണ്ണിമായ. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫോർ ഉണ്ണിമായ. ഹായ് ഉണ്ണിമായ. ഹായ്. ഫിഫ്ത് സ്റ്റേജിലെ നൊസ്റ്റാൾജിയ റൗണ്ട് ഇന്ന് പെർഫോമൻസ് അല്ലേ? ഏത് സോങ്ങാ സെലക്ട് ചെയ്തിരിക്കുന്നത്? മഞ്ഞണിക്കൊമ്പിൽ. അതാണ് ഈ വേഷത്തിൽ വന്നിരിക്കുന്നത് അല്ലേ, ആ സീനില് പോലെ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യാം ഉണ്ണിമായ. ഫിഫ്ത് സ്റ്റേജ് കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. അപ്പൊ ഈ പാട്ട് നന്നായിട്ട് പാടുക, നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താണിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി.
നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഉണ്ണിമായ. ഫിഫ്ത് സ്റ്റേജിലെ എല്ലാ പെർഫോമൻസും കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പം ഈ പെർഫോമൻസിന്റെ കമന്റ്സ് നമുക്കറിയാം. ഐ സ്റ്റാർട്ട് വിത്ത് ബിചേട്ടാ. ഉണ്ണിമായ നന്നായിട്ട് പാടി കേട്ടോ. ഒരു എവർഗ്രീൻ ഹിറ്റാണ് മലയാളത്തിലെ. ഫാസിൽ, ജെറി അമൽദേവ്, ബിച്ചു തിരുമല ടീമിന്റെ ഈ റൗണ്ടിലെ രണ്ടാമത്തെ പാട്ടാണ്. യാദർച്ഛികമായിട്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ നൊസ്റ്റാൾജിയുമായിട്ട് ഈ കൂട്ടുകെട്ടിന് എന്തെങ്കിലുമൊക്കെ മലയാള സിനിമ ഗാനരംഗത്ത് ഉണ്ടായിട്ടുണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ് അല്ലേ? അത് പ്ലാൻഡായിട്ട് ചെയ്തതല്ല, നമ്മൾ അങ്ങനെ ലിസ്റ്റിൽ വന്നതല്ല. പക്ഷെ മഞ്ഞണിക്കൊമ്പിൽ എന്ന് പറയുന്നത് ഒരു സമയത്ത് എനിക്ക് ഈ നൊസ്റ്റാൾജിയ റൗണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാട്ടുകളിൽ ഇപ്പോൾ ലിസണേഴ്സിനൊക്കെ ഒരുപാട് ഭിന്നാഭിപ്രായങ്ങളുണ്ടാവും. എന്റെ നൊസ്റ്റാൾജി ഇതല്ലല്ലോ എന്നൊക്കെ ചോദിക്കാനുണ്ടാവും. പക്ഷെ എന്നാലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടേസ്റ്റും ഇന്ററാക്ഷൻസും ഒക്കെ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതിന്റെ ഇടയിലും ഒക്കെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടാണ് അനൂപും ഞാനും അത് ലിസ്റ്റ് ഔട്ട് ചെയ്തത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആ ലിസ്റ്റിൽ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജാനകിയമ്മ വളരെ റൊമാൻറ്റിക് ആയിട്ട് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. എന്തോ അട്രാക്റ്റീവായിട്ട് എന്തോ ഒരു ഈ പാട്ടിൽ ഉണ്ട്. അത് ഒരു യുവതിയുടെ, ഒരു പെൺകുട്ടിയുടെ സ്വപ്നം ആണ് കല്യാണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അതുവരെ അനുഭവിച്ച ദുരന്തങ്ങളുടെയും യാതനകളെയൊക്കെ ഓവർകം ചെയ്തിട്ട് ഒരു സ്വപ്നം, ഇനി വരാൻ പോകുന്ന സ്വപ്നം. സിന്ദൂരക്കുരുവിയോടാണ് പാടുന്നത്. സിന്ദൂരക്കുരുവി എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം എന്ന് പറയുന്നൊരു ഇതിനെയാണ് പാടുന്നത്. അതിനകത്ത് പറന്നുയരണം ഇനിയൊരു നാൾ സിന്ദൂരക്കുരുവി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാം കഴിഞ്ഞു, ഇനി പറന്നുയരണം എന്ന് പറയാണ്. സ്വയമാണ് പറയുന്നത്. സിന്ദൂരക്കുരുവി എന്നൊരു ഇമേജറിയെ വെച്ചിട്ട് സ്വയമാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു പറന്നുയരണം, ഇനി എല്ലാം കഴിഞ്ഞു, ഇനി സന്തോഷത്തിന്റെ നാളുകളാണെന്ന് സ്വയം കൺവിൻസ് ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കുറച്ച് കുറഞ്ഞു പോയി. അത് മോള് അത് എന്നാ ചില മ്യൂസിക്കിൽ ആ സന്തോഷം വരുന്നതെന്ന് വെച്ചാല് മേ ബി ആ നോട്ടുകൾ കറക്റ്റായിട്ട് തഴുകി വരുമ്പോഴാണ് അത് വരുന്നത്. ചിലപ്പോ ഈ നോട്ടുകളുടെ മേലെ കൂടി പറക്കുമ്പോഴാണ് അത് കൂടുതൽ വരുന്നത്. ഈ പാട്ടിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് പാടും. ഒരു മഞ്ഞണിക്കൊമ്പില് താണിരുന്ന് അലിഞ്ഞാടിയിടുന്ന സിന്ദൂരക്കുരുവിയോടാണ് പാടുന്നതെന്ന് ഒന്ന് ആലോചിച്ച് ഒന്ന് പാടി നോക്കൂ. ഓക്കെ, ആലോചിച്ചല്ലോ അല്ലേ? എന്തായാലും നന്നായി. ഇത്തരം ചില കാര്യങ്ങൾ മാത്രം. അത് മറ്റൊന്നുമല്ല, പാട്ട് മോശം അല്ല, പാടിയത് മോശമല്ല. പക്ഷെ ചില പാട്ടുകളുടെ ഒരു എസെൻസ് എന്ന് പറയുന്ന സാധനം അത് കറക്റ്റായിട്ട് നമ്മൾ എന്താ പറയുക കൺസീവ് ചെയ്തില്ലെങ്കിൽ ആ പാട്ട് തന്നെ ചിലപ്പോൾ തോറ്റുപോകും അല്ലേ? അതാണ് നമ്മൾ കുട്ടികളിൽ ചിലപ്പോൾ കാണാറുള്ള ചില പ്രശ്നങ്ങൾ. നമ്മളുടെ ടെക്സ്ചർ അങ്ങനെയായിരിക്കാം, നമ്മളുടെ വോയിസിന്റെ ഒരു ക്വാളിറ്റി അങ്ങനെ ആയിരിക്കാം. എന്നാൽ പോലും ആ പാട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ഫീലുണ്ട്. അത് വച്ചിട്ടായിരിക്കണം. അതൊരു ഒരു വണ്ടിയാണെന്ന് വെച്ചോളൂ, അതിൽ കയറ്റിയായിരിക്കണം നമ്മളിലേക്ക് പറഞ്ഞു വിടേണ്ടത്. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒരു പാട്ടിന്റെ ആ ഒരു കരിയറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അത് ഇനിയും അടുത്ത റൗണ്ടുകളിലോ അടുത്ത പെർഫോമൻസുകളിലോ ഒക്കെ അത് കണ്ടെത്താൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ. ഉണ്ണിമായ വളരെ സ്നേഹത്തോടെ ബിജി ചേട്ടൻ എല്ലാ കാര്യവും പറഞ്ഞു തന്നു. എനിക്കും മോക്ക് ജാനകിയമ്മയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ചിത്രേച്ചനെ പറയാനുണ്ട്, ജാനകിയമ്മയുടെ ഒരു വാക്കിന് കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ അത് നമ്മൾ ഭയങ്കര കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അത്രയും നമുക്ക് ഒരിക്കലും ആർക്കും പാടാൻ പറ്റില്ലെങ്കിലും ഈ പാട്ടിലൊക്കെ പ്രത്യേകിച്ച് ഏറ്റവും നമ്മുടെ മനസ്സിൽ തട്ടുന്ന ട്യൂണാണ്. ചൊടിയിണകളിൽ അമൃതമോടവനീതു വഴി വന്നു സിന്ദൂരക്കുരുവി. അതൊക്കെ കുറച്ചുകൂടെ മോക്ക് ഒരു പ്രായത്തിന്റെ ആവാം, കുറച്ചുകൂടെ മോള് ഭംഗിയായിട്ട് പാടി. മോള് നോക്കുമ്പോ ആ പാട്ട് നല്ല ഭംഗിയായിട്ട് കേൾക്കുന്നവർക്ക് തോന്നും കുറച്ചുകൂടെ മോക്ക് ഇനി നന്നാക്കാമെന്ന് മാത്രം ചേച്ചി പറഞ്ഞോളൂ. അതേപോലെ ഒരു പ്രകടമായിട്ട് നമുക്ക് തോന്നിയത് മഞ്ഞിൽ മുങ്ങിത്തെന്നൽ വന്നു മാവേലിക്കാടിൽ, ആ ഒരു സംഭവത്തിന്റെ ഫിനിഷ് ചെയ്യുന്ന ഒരു സംഭവം അത് ഇച്ചിരി തെറ്റ് വന്നില്ലായിരുന്നോ? ഒന്ന് പാടിക്കേ. മഞ്ഞിൽ മുങ്ങിത്തെന്നൽ വന്നു മാവേലിക്കാവിൽ. ഇപ്പൊ പിന്നെ നന്നായി. ടേക്കിൽ മാത്രമേ പ്രശ്നം. അതുപോലെ കണ്ണും കടക്കണ്ണും മോളെ കഴിയുന്നത്ര രീതിയിൽ ഭംഗിയാക്കാൻ ശ്രമിച്ചു.
ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നാളത്തെ ആരൊക്കെയോ ആയി തീരാൻ ഭാവിയുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് മാത്രം പറഞ്ഞു എന്ന് മാത്രം കേട്ടാ. ഓക്കെ, മോളെ ഉണ്ണിമായ, ഡീറ്റെയിൽഡ് റിവ്യൂസ് റമിയും ബിജേട്ടനും പറഞ്ഞു. ഞാൻ വേറെ ഒരു രീതിയിൽ ഇതിനെ കാണാണ്. അതായത് ഇപ്പോ മോള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സമയം ഗംഭീരമായിട്ട് പാടും, ചില സമയം ഇതുപോലെ ഒന്ന് ഓഫ് ബീറ്റ് ആവും. എനിക്ക് ചെറിയൊരു ഫേവർ ചെയ്യേണ്ടത്, മോൾ ഏകദേശം ഇതേ സന്ദർഭത്തോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പാട്ടായിരുന്നു കഴിഞ്ഞ സ്റ്റേജിൽ പാടിയത്. വേറെ കമ്പോസറിയാണ്, വേറെ വരികളാണെങ്കിലും. മോളെ പെണ്ണേ പെണ്ണേ നിൻ കല്യാണമേ ഒന്ന് പാടാമോ? പെണ്ണേ പെണ്ണേ നിൻ കല്യാണമാ പൊന്നും മിന്നും നിൻ കണ്ണാരമാ പെണ്ണേ പെണ്ണേ നിൻ കല്യാണമായി പൊന്നും മിന്നും നിൻ കണ്ണാരമായി മണിമാരനാരുമൈനെ മണവാട്ടിയായ വേലേ മഴനൂല് കൊണ്ട് താലി മിഴിയിൽ പിടഞ്ഞു പേലേ. മോളെ, എനിക്ക് മോള് ഈ പാട്ട് പാടിയപ്പോ യു ആർ മോർ ഹാപ്പി ആൻഡ് ഇതിനേക്കാളും ഇപ്പൊ ഈ മഞ്ഞണിക്കൊമ്പിൽ പാടിയതിനേക്കാളും എത്രയോ എക്സ്പ്രസീവ് ആയിട്ട് തോന്നി ആക്ച്വലി അന്ന് പാടിയപ്പോ. ആൻഡ് വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, മോള് മഞ്ഞണിക്കൊമ്പിൽ പാടിയപ്പോൾ ഒരു സജഷൻ മെയിൻ ആയിട്ട് പറയാറുണ്ട്, എല്ലാ സിംഗേഴ്സും നമ്മുടെ സീനിയറായിട്ട് നമ്മൾക്ക് മാതൃകയായിട്ട് ജീവിക്കുന്ന എല്ലാ സിംഗേഴ്സും പറയുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ജഡ്ജ് റിമി പാടുമ്പോൾ പോലും ഒബ്സർവ് ചെയ്ത വരുന്നൊരു കാര്യം, മുഖത്ത് തന്നെ ഒരു ചിരി വരും. ആക്ച്വലി നമ്മുടെ സന്തോഷത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ് പാട്ട്. ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ പാട്ട് പാടുമ്പോൾ ഒരു ചിരിയോടുകൂടി പാടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എക്സ്പ്രഷന് വലിയ ഒരു മാറ്റം വരും. ഇപ്പൊ ദാസേട്ടനായാലും ജയചന്ദ്രൻ സാറും സുശീലാമി എല്ലാരും പറയുന്ന കാര്യമാണ്. അതായത് വായ തുറന്ന് ചിരിച്ചു പാടിയാൽ നമ്മുടെ ഈ ഫേഷ്യൽ കമ്പോണൻസ് ഉണ്ടല്ലോ, അതാണ് പാട്ടിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പാട്ടിനൊരു 50% എക്സ്പ്രഷന്റെ കാര്യത്തിലും ഫീലിന്റെ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും. പ്രൊവൈഡഡ് ഇറ്റ് ഷുഡ് ബി എ ഹാപ്പി സോങ്. ഇതുപോലെ സന്തോഷം നൽകുന്ന ഒരു പാട്ടാണെങ്കിൽ അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ ട്രൈ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നു. എനിക്ക് മഞ്ഞണിക്കൊമ്പിൽ ശരിക്കും മോള് ശരിക്കൊന്ന് ഇപ്പൊ നമ്മളെല്ലാവരും ഹാപ്പിയാണ്, ശരിക്കൊന്ന് ചിരിച്ചു പാടിയ മോളെ കുറച്ചുകൂടി ഗെയിൻ കൊടുത്തൊന്ന് പാടി നോക്കി. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താണിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി ഇണയെവിടെ തുണയെവിടെ ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊമ്പിൽ. മോളെ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ബെറ്റർ ദാൻ മോള് ടേക്കിൽ പാടിയതിനേക്കാളും കോമ്പറ്റീഷന് പാടിയ ആ പെർഫോമൻസിനേക്കാളും ഇപ്പൊ പാടിയത് എനിക്ക് ഡെഫിനറ്റ്ലി ബെറ്റർ ആയിട്ട് തോന്നുന്നു. മോളൊന്ന് കേട്ടു നോക്കുക. എപ്പോഴും നമ്മളുടെ ഏറ്റവും വലിയ ഗുരുനാഥൻ എന്ന് പറയുന്നത് നമ്മൾ പാടിയത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം കറക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ ഒരു പ്രോസസ്സും കൂടി തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നോക്കുക. പാടിയത് നന്നായിരുന്നു ഡെഫിനറ്റ്ലി പറഞ്ഞതുപോലെ, ബട്ട് ഇറ്റ് വാസ് ഇൻകംപ്ലീറ്റ് ബിക്കോസ് ഓഫ് ഈ ഒരു സന്തോഷത്തിന്റെ ഒരു സ്പാർക്ക് കുറവുണ്ടായിരുന്ന കാരണം അതിന്റെ ഒരു എക്സാക്ട് ഫീൽ നമുക്ക് കിട്ടിയില്ല. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത്. നെവർ മൈൻഡ്, ഡെഫിനറ്റ്ലി അടുത്ത പെർഫോമൻസിൽ ഉഗ്രനാക്കാം. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു. താങ്ക് യു അനുപേട്ട. ഉണ്ണിമായ കുഴപ്പമില്ല, നമുക്കിനി മാർക്സ് അറിയാം എങ്ങനെയുണ്ടെന്ന്. ബിചേട്ടാ ഓൺ 30. ഉണ്ണിമായക്ക് 26.75 on 30. എക്സ്പ്രഷന് 2.25. താങ്ക് യു ബിചേട്ടാ. റീം ചേച്ചി 26.75, ഫീലിന് 2.25. താങ്ക് യു ചേച്ചി. അനുപേട്ട മോളെ ഞാൻ 26.75 out of 30. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് 3.5 on 4. താങ്ക് യു അനുപേട്ട. ഉണ്ണിമായ യുവർ ടോട്ടൽ സ്കോർ ഈസ് 88.25 on 100. കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് അല്ലേ ഉണ്ണിമായ? കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്യുക. ജഡ്ജസ് പറഞ്ഞൊക്കെ മൈൻഡിൽ വെച്ച് അതൊക്കെ കറക്റ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം കാണാം. ഉണ്ണിമായ ഡോണ്ട് വറി, ഓൾ ദ ബെസ്റ്റ്.